ഇവരൊക്കെ ആരൊക്കെ ഉണ്ടെങ്കിലും VIP വരുമ്പോൾ ഞാൻ തന്നെ പോയി നോക്കും. കാര്യമായിട്ടെല്ലാം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് ഈ ഹോട്ടലിൽ. ഇപ്പം ഏകദേശം നമ്മൾ എന്തെല്ലാം ചെയ്തതിന് വേണ്ടി ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചു, അതിന് ഇതിട്ടു. ഒരു ഡൗട്ടും ഇല്ല, നന്നായിട്ട് നമ്മൾ ഞണ്ടിന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ചട്ടി ചൂടാക്കിയതിനു ശേഷം വെള്ളം ഒഴിച്ചതിന് ശേഷം ഞണ്ടിനെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും ആദ്യം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ സവാള ഇട്ടു. സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് എത്ര സവാള വരും? കുറച്ച് 250 ഗ്രാം സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ പച്ചമുളക് 2ആയി കീറിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വളരെ കുറച്ചൊരു 3-4 പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. 2ആയിട്ട് കീറിയത്. തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്. ചെയ്ത കാര്യങ്ങൾ ഇത്രമാത്രം. ഉപ്പും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് വെള്ളത്തിലിട്ട് നമ്മുടെ ഞണ്ടിനെ ഒന്ന് ഒരുവിധം ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക് 2ആയിട്ട് കീറിയത്, തക്കാളി ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളി ഇടുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇതൊരു എത്ര സമയം എടുക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി? 10 മിനിറ്റ് സമയം മതി. അപ്പം വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാന്നുള്ള കാര്യമാണ്. ഒരു ചെറിയ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഞണ്ടൊന്ന് ക്ലിയർ ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. മുളക് പൊടി കൂടുതലാണോ വേണ്ടത്? കുറച്ച് മതി. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ. 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ശരി, എരിവിന്റെ അളവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടി കൂടുതലായിട്ട് ഇടാം. പക്ഷെ ഇവിടെ എത്രയാണ് ഇടുന്നത്? കുറച്ചൊരു 1/4 ടീസ്പൂൺ ആണ് ഇവിടെ ഇടാൻ വേണ്ടി പോകുന്നത്. കുറച്ചുകൂടി എനിക്ക് എരിവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ബാബു ചേട്ടൻ പറഞ്ഞ് കുറച്ചും കൂടി ഇടാൻ വേണ്ടി. ഓക്കെ, അപ്പൊ 1/2 ടീസ്പൂൺ ഇട്ടേക്കാണ്. കാരണം ഞാൻ കഴിക്കുന്നതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇട്ടു. ചേട്ടൻ ഇവിടെ ഇടാൻ വേണ്ടി പോയത് 1/4 ടീസ്പൂൺ ആയിരുന്നു. പക്ഷെ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്കും ഇടാം. മസാലപ്പൊടി എത്രയാണ്? ഒരു 3/4 ടീസ്പൂൺ മസാല ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കറിവേപ്പില ഇടാൻ വേണ്ടി പോവുകയാണ്. സാധാരണ എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ കറിവേപ്പില ഇടുന്നത്. ഇതിലെന്താണ് ഇപ്പോഴേ കറിവേപ്പില ഇടുന്നത്? ടേസ്റ്റിന് വേണ്ടി വേണ്ടി. ഇനി ഒന്നും ചേർക്കാൻ പാടില്ല. ഒരു സാധനം കൂടെ ഉണ്ട്, വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ എത്ര? കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. 2-3 സ്പൂൺ. നാടൻ രീതികളും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നാടനായി ചെയ്യുന്ന രീതിയുടെ കാര്യം കണ്ടു കഴിഞ്ഞല്ലോ. വെറും 10 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമാണ്. ഇതൊന്ന് വേവുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് നമ്മുടെ കുക്കറി ബുക്ക്, ടേസ്റ്റ് ടൈമിന്റെ കുക്കറി ബുക്ക് എടുത്ത് നോട്ട് ചെയ്തോളൂ. ഇന്ന് സമയമൊന്നും വേണ്ട, വളരെ വേവാനെല്ലാം പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഞണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളത്തിലേക്ക് ഞണ്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഉപ്പും മഞ്ഞപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്തത് ഒരു 3-4 പച്ചമുളക് 2ആയിട്ട് കീറിയത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ മസാല കൂട്ടുകളായ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒപ്പം 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മുളക് നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. 1 ടീസ്പൂൺ മുളക് ചേർത്തു. പിന്നെ ചേർത്തത് മസാല ചേർത്തു. ഒപ്പം മല്ലിപ്പൊടി ചേർത്തു. മല്ലിപ്പൊടി കൂടുതലാണ് ചേർത്തത്, 2 ടീസ്പൂൺ ചേർത്തു. പിന്നെ ചേർത്ത കാര്യം കുരുമുളക് 1 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഇട്ടല്ലേ? എനിക്ക് വേണ്ടി 1/2 ടീസ്പൂൺ ഇട്ടു. നിങ്ങൾ എരിവ് കുറച്ചെല്ലാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ചിട്ടാൽ മാത്രം മതിയായിരിക്കും. മഞ്ഞപ്പൊടി കുറച്ചിട്ടു. ആവശ്യത്തിന് ഉപ്പ്. ഇത്രയെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒപ്പം ചുറ്റും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചു ചോദിച്ച ശേഷം ബാബു ചേട്ടൻ ഒരൊറ്റ കാര്യം പറഞ്ഞു, ഇനി ഇതിന്റെ പുറത്ത് ഒന്നും ചേർക്കാൻ പാടില്ല. ഇത് തുറക്കുമ്പോഴേക്കും വെന്ത് വരുമ്പോഴേക്കും കറി റെഡിയാണ്. നമ്മുടെ ഈ കറി ഏകദേശം ആയി കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം എന്തായെന്ന് നോക്കാം. ഇളക്കി കൊടുക്കേണ്ട ആവശ്യം. ഞണ്ടിന്റെ അഭ്യാസ പ്രകടനങ്ങൾ അവസാനിച്ച് കുറച്ച് വെന്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞണ്ട് കറിക്ക് എന്താ ചെയ്യേണ്ടത്? തേങ്ങ ഇതിന്റെ കൂടെ ഈ പ്രിപ്പറേഷൻ തന്നെ കുറച്ച് ഉള്ളിയൊക്കെ ചേർത്താലും കുഴപ്പമില്ല. അതിന്റെ കൂടെ തേങ്ങ കൂടെ ചേർത്താൽ അരച്ച് ചേർക്കണം. ഓക്കെ, അപ്പോ ഞണ്ട് കറിയാണ് ഇനി വീട്ടിൽ ഉണ്ടാക്കാൻ താല്പര്യം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ഇതിന്റെ കൂടെ ചേർത്താൽ മതി. കുറച്ച് ഉള്ളി ചേർത്ത്. ഓക്കെ, അതിലേക്ക് കറി രൂപത്തിൽ നമുക്ക് ഇത് എടുക്കാന്നുള്ളതാണ്.
ഈ ഞണ്ടിന്റെ കാലെല്ലാം നേരത്തെ ഒടിച്ച് കളയുന്ന കണ്ടു. അതെന്താ റോസ്റ്റ് ചെയ്യുമ്പോഴും അല്ല, അതിനകത്ത് ഉപ്പൊക്കെ പിടിക്കാനായിട്ടാ അത് പൊട്ടിച്ചിടും. അപ്പൊ ഇല്ലെങ്കിൽ എടുത്ത് കടിച്ചു പൊട്ടിക്കാൻ പല്ലില്ലാത്തവർക്ക് പാടാ, അതുകൊണ്ട് പൊടിച്ചിടുന്ന കണക്ക്. ഇത് വളരെ ക്രൂരതയായി പോയി. പല്ലുള്ള ഞാൻ നിൽക്കുമ്പോഴേ, കാരണം ആ ഞണ്ടിന്റെ കാലുകൾ നേരത്തെ എടുത്ത് കളഞ്ഞു. അപ്പോഴേ ഞാൻ പറയുന്നത് വിചാരിച്ചാൽ ഞണ്ടിന്റെ കാലുകളും കൂടി ഇട്ട് കറി വെക്കാമെന്ന്. ഞണ്ടിന്റെ കാല് എനിക്ക് കഴിക്കാമല്ലോ, പല്ലെല്ലാം ഉണ്ടല്ലോ. അപ്പം എനിക്ക് തരാതെ ബാബുച്ചേട്ടൻ കഴിക്കാനുള്ള ഏർപ്പാടാണെന്ന് തോന്നുന്നു. അപ്പൊ ഈ സാധനം, ഈ നമ്മുടെ റോസ്റ്റ്, അതിന്റെ സ്മെല്ലെല്ലാം ഗംഭീരമായിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു ഇളക്കി കൊടുത്തില്ല നമ്മള്. ഒന്നുകൂടെ ഇളക്കോ, ഒന്നുകൂടെ ഇളക്കോ. ആ ശരി, ഒന്നുകൂടി ഇളക്കാനാണ് നല്ല ഇളക്കി ചേർക്കും. നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. റെഡിയല്ലേ, കംപ്ലീറ്റ്. അപ്പൊ നമുക്കത് എന്തായാലും സർവ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ഇതിന്റെ ടേസ്റ്റ് നോക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ചേട്ടാ ഇതിലേക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. കാരണം ഇതിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ എടുത്ത് കഴിച്ചോളാൻ വയ്യാത്ത അവസ്ഥ ആണല്ലോ. ഞണ്ട് നേരത്തെ ജീവനുണ്ടായിരുന്ന ഞണ്ടുകൾ ഇപ്പോ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. ഏത് പീസ് ആദ്യം കഴിക്കും എന്നുള്ളതാണ് ഡൗട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഏത് പീസിനായിരിക്കും കേട്ടോ? കാലിന്റെ അകത്ത് അത് പൊട്ടിക്കാൻ പാടാണെങ്കിൽ ഇത് കഴിക്കാം. ഇതിനകത്ത മാംസം, ഇതിനകത്താണ് മാംസം. ഇത് പൊട്ടിച്ചോളാം കഴിക്കാൻ. പൊട്ടിച്ച് അല്ല, അതിന്റെ ചാറ് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് പിന്നെ വേറൊരു പ്രിപ്പറേഷൻ ഉണ്ട്, ചില്ലി ആയിട്ട് കൊടുക്കും. ഇതിന്റെ മാംസം മാത്രം എടുത്ത് ഈ ഇടിച്ചൊക്കെ തോരൻ പോലെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. ഓ, അപ്പം ഇതിന്റെ ഇതൊന്നും കിട്ടത്തില്ല എനിക്ക് തോന്നുന്നു. തോരൊന്നും ഉണ്ടാവില്ല. ചിലർക്ക് കടിക്കാനൊക്കെ പാടാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇതിന് ആ ചില്ലി ആക്കി കൊടുക്കുക. അതാ ഭയങ്കര ടേസ്റ്റ്. ഇതിന്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ ചാറ് തന്നെ ഇതിന്റെ അടുത്ത് വന്നിട്ട് വറ്റിച്ചെടുത്താണെന്നും കൂടി ടേസ്റ്റ് സൂപ്പർബ് ആയിട്ടുണ്ടേ. ഈ ചെറിയ പൊട്ടലും ചീട്ടലും ഉണ്ടെങ്കിലും ടേസ്റ്റ് ഉള്ളത് കൊണ്ട് പ്രതീക്ഷ ആള് വരും ഇതിന് വേണ്ടി. എന്തായാലും ഇത് കഴിക്കാൻ വേണ്ടി ആൾക്കാർ അവിടെ ഹോട്ടലിൽ എത്തുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ആവുന്നുള്ള ഇനം തന്നെയാണ്. കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം ഇതൊന്ന് തിന്ന് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത ഡിഷിലേക്ക് പോകാം കേട്ടോ.